ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ദിനം പ്രതി ഓരോരുത്തരുടെയും ജീവിത രീതിയും അതുപോലെ തന്നെ ജീവിത സാഹചര്യവും ധനസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ധനപ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും കുടുംബ ഭാരാബ്ദങ്ങളും ജോലിയിൽ സംതൃപ്തനല്ലാത്തവരും അതുപോലെ തന്നെ മാനസിക വിഭ്രാന്തി ഉള്ളവരും എല്ലാവർക്കും കുറേ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ഉണ്ടാവും. ഇല്ലാത്തവരായിട്ട് ആരുമില്ല. ഇപ്പോൾ സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്, ദുഃഖമുണ്ടെങ്കിൽ സുഖമുണ്ട്. പക്ഷേ നമുക്ക് സുഖമാണ് കൂടുതലും കിട്ടേണ്ടത്. നമുക്ക് ഒരു മാസത്തിൽ മാക്സിമം 20 ദിവസമെങ്കിലും നമുക്ക് ഒരു സന്തോഷകരമായിട്ടുള്ള ദിവസം വേണം. 10 ദിവസം ദോഷമാണെങ്കിലും 20 ദിവസമെങ്കിലും വേണം എന്നുള്ളതാണ് പറയുന്നത്. അതേസമയത്ത് 15 ദിവസം ദുഃഖവും 15 ദിവസവും ഗുണമാണെങ്കിലും മതി എന്നുള്ള ചിന്തിക്കുന്നവരുണ്ട്. ചിലവർ വന്നിട്ട് മാസത്തിൽ ഒരു 5 ദിവസം സമാധാനം കിട്ടിയാൽ മതി എന്നത് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ലല്ലോ ജീവിതം. അങ്ങനെയല്ല ജീവിതം എന്നുള്ളത് തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്ന പാഠങ്ങൾ. എല്ലാവർക്കും മോഹങ്ങളുണ്ട്. മോഹങ്ങളില്ലാത്തവരാകില്ല. എല്ലാവർക്കും മോഹങ്ങളുണ്ട്. ഓരോരോ മോഹങ്ങളായിരിക്കും ഓരോരുത്തർക്കുള്ളത്. എല്ലാവർക്കും മോഹങ്ങളുണ്ട്. എല്ലാവർക്കും ധനത്തിന് ഭയങ്കര ആവശ്യമുണ്ട്. പണം ഉണ്ടെങ്കിലേ എല്ലാം സാധിക്കൂ എന്നാണ് എല്ലാവരുടെയും ചിന്താഗതിയും. സത്യവുമാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എല്ലാവർക്കും അതിന് നല്ല സമയങ്ങൾ വേണം എന്നുള്ള പറയുന്നത്. നല്ല സമയം എന്ന് പറഞ്ഞാൽ അവൻ്റെ സമയമുണ്ടോ എന്ന് ചോദിക്കും. അവൻ്റെ സമയമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അവൻ്റെ സമയം ഇപ്പോൾ നല്ലതാണ്. അവൻ തിരിഞ്ഞു നോക്കാണ്ട് വെച്ചടി കയറ്റുവാണ്. അതുപോലെ തന്നെ അവൻ്റെ സമയം അവനവിടെ സ്ഥലം മാറ്റി ഇവിടെ സ്ഥലം മാറ്റി മറ്റേയാൾ കാറ് വാങ്ങിച്ചു, അയാൾ വലിയൊരു കാറ് വാങ്ങിച്ചു, വലിയൊരു ഭവനം വെച്ചു. അങ്ങനെ വരുമ്പോൾ അവൻ്റെ സമയത്തിൻ്റെ ഒരു നീക്കുപോക്കലായിരിക്കും. അതുപോലെ തന്നെ സിനിമാ ലോകത്ത് നല്ല സൂപ്പർ സ്റ്റാറുകളായിട്ട് ഇപ്പോഴും നല്ല സ്റ്റഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് അവർക്ക് തിരിച്ചു നോട്ടമുണ്ടാവില്ല. ഒരേ സ്റ്റഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ചിലവർ ഒരു ഇടിവ് വന്നിട്ട് ഒരു മൂലയിൽ ഇരിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ഈ ജാതകവും മറ്റുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ച് നക്ഷത്രവസ്ഥാനങ്ങളൊക്കെ പരിശോധിച്ചിട്ട് സമയം ദോഷമാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഒന്ന് മറിഞ്ഞു നിൽക്കും. ഇപ്പോൾ അത്ര ഗുണമല്ലാത്ത സമയമാണ്, അപ്പോൾ നമ്മളൊന്ന് ഒതുങ്ങിയിരിക്കാം എന്ന് വെച്ച് അവരൊന്ന് ഒതുങ്ങിയിരിക്കും. അതേ സമയത്ത് ടോപ്പായിട്ടുള്ള സമയമാണ്. നിങ്ങൾ ഒരിക്കലും വെറുതെ ഇരിക്കല്ല, പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്ന ഇതാണെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പ്രവർത്തിച്ചതിന് ഗുണവും കിട്ടുന്ന പറയുന്നത് അതിനാണ് നല്ല സമയം എന്ന് പറയുന്നത്. അത് നല്ല സമയം പോലെ തന്നെ നല്ല ദിവസങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. ശുഭ ദിവസങ്ങൾ ഉണ്ട്, അശുഭ ദിവസങ്ങളും ഉണ്ട്. ഇഷ്ടംമാരിയുണ്ട്. ഇന്നത്തെ ദിവസം ശരിയില്ല എന്ന് പറയുന്നവരുണ്ട്. നാളെയും അത് തന്നെ പറയുന്നവരുണ്ട്. മറ്റന്നാളും അതുപോലെ പറയുന്നവരുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം നന്നായിരിക്കണോ എന്നുകൊണ്ട് ചിന്തിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ദിവസത്തെ പറ്റിയാണ് പറയുന്നത്. അധിക ദിവസമൊന്നുമില്ല എന്നാലും പറയണം. പൂരോരട്ടാതി ഉത്രട്ടാതി രേവതി. ഈ രാശി ഈ പൂരോട്ട ഉത്രട്ടാതി രേവതി എന്ന് പറയുമ്പോൾ മീനക്കൂറിലാണ് വിടുന്നത്. മീനക്കൂറുകാർക്കാകട്ടെ ഇപ്പോഴത്തെ സമയം നോക്കുകയാണെങ്കിൽ വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു സമയത്തിൻ്റെ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ജന്മശനി, കണ്ടകശനി, ഏഴരശനി, വ്യാഴം അനുകൂലമല്ല, ദൈവാനുഗ്രഹ കുറവുണ്ട്, ഭാഗ്യക്കുറവുണ്ട്, എല്ലാം ഉള്ള സമയമാണ്. അപ്പോൾ അവരുടെ ജീവിത രീതി മറ്റുള്ളതും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒന്നറിയാൻ പറ്റും. പക്ഷേ ജാതകത്തിൽ നല്ല ദശാകാലവും അപകാരകാലമാണെങ്കിൽ അവർക്ക് ഇത് അത്രയ്ക്ക് ബാധിക്കില്ല എന്നുള്ളത് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതേസമയത്ത് ജാതകത്തിൽ മീഡിയം ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഒരു ലെവലിൽ പോയി അതായത് കോട്ടങ്ങൾ തിരിച്ചറിയാൻ പറ്റും. സമയം അത്രയ്ക്ക് പോരാ എന്ന് തിരിച്ചറിയാൻ പറ്റും. പക്ഷേ എന്നാലും അങ്ങനെ ഇടിഞ്ഞു വീഴുന്ന ഒരു സമയമല്ല എന്നുള്ളതും അറിയാൻ പറ്റും. അതേസമയം ജാതകത്തിൽ പൊട്ട സമയമാണ്, ദോഷം വളരെ സൂക്ഷിക്കേണ്ട സമയമാണെന്നുണ്ടെങ്കിൽ ഈ സമയം കൂടി ജന്മശനിയും കണ്ടകശനിയും ഏഴശനിയും കൂടി ഒരുമിച്ച് ചേരുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ശ്വാസം വിടാനും കൂടി നമുക്ക് ചിലപ്പോൾ ആരുടെയും ഉത്തരവ് വാങ്ങിക്കേണ്ടി വരും എന്നുള്ള പറയുന്നത്. അങ്ങനെയുള്ള സമയത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളുണ്ടാവും, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള തടസ്സങ്ങളുണ്ടാവും, സന്താനങ്ങളെ പറ്റിയുള്ള മനോവിഷമങ്ങളുണ്ടാവും, തൊഴിലിനെ പറ്റിയിട്ടുള്ള വേവലാതി ഉണ്ടാവും, അല്ലെങ്കിൽ ആകാംക്ഷ ഉണ്ടാവും, തൊഴിൽ നഷ്ടപ്പെടുകയോ എന്നുള്ള ചിന്തയുണ്ടാവും, തൊഴിലിൽ ഒന്നും ഭദ്രതയില്ല എന്നുള്ളതുണ്ടാവും. അതുപോലെ തന്നെ കച്ചവടമാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഒന്നും ഡെവലപ്പ് ആകുന്നില്ല, പഴയ പോലെ പോകുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടാവും. അങ്ങനെയുള്ള ഓരോരോ ദിവസങ്ങൾ കടന്നു വരുമ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങൾ നമുക്ക് പ്രതീക്ഷയോടെ അർപ്പിച്ച് കഴിയുന്ന ചില ദിവസങ്ങൾ കിട്ടുകയാണെങ്കിൽ വളരെ അനുകൂലപരമായിരിക്കും എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ദിവസങ്ങളെ പറ്റിയാണ് പറയുന്നത്. മീനക്കൂറുകാർക്ക്, അതായത് മീനക്കൂറുകാർക്ക് പൂരോട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് 28, 29, 30 എന്നീ ദിവസങ്ങൾ അനുകൂലപരമായിട്ട്, അതായത് ഉള്ള ദിവസത്തിൽ പൊട്ട സമയമാണ് സമയം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ തന്നെ വീഡിയോയിൽ പറയാറുണ്ട് മാസഫലത്തിൽ. അപ്പോൾ ഈ പൊട്ട സമയത്തും കുറച്ച് നല്ല ദിവസങ്ങളുണ്ടാവും. എപ്പോഴും
പൊട്ട ദിവസമാണെങ്കിൽ ജീവിതം അസഹ്യകരമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ദിവസത്തിൽ നിങ്ങളുടെ നക്ഷത്രം നോക്കി പൂർവട്ടാതി ഉത്രട്ടാതി രേവതി പാദങ്ങൾ കൂടി നോക്കി തിരഞ്ഞെടുത്ത ഒരു ഡേറ്റാണ് ജൂലൈൻ്റെ ഏകദേശം അവസാന ഭാവമായിട്ട് വരുന്ന 28, 29, 30 എന്ന തീയതികൾ നിങ്ങൾക്ക് നല്ല ഒരു സുഖകരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും. നല്ല വർത്തമാനം കേൾക്കാനുള്ള ദിവസമായിരിക്കും. ശുഭവാർത്തകൾ കേൾക്കാനുള്ള ദിവസമായിരിക്കും. കുറച്ചെങ്കിലും ധനം വന്ന് ചേരുവാനുള്ള ദിവസമായിരിക്കും. കച്ചവടത്തിൽ കുറച്ച് തൃപ്തനായിട്ടുള്ള ദിവസമായിരിക്കും. എന്തെങ്കിലും റിസൾട്ട് എല്ലാം അറിയാനുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് അനുകൂലപരമായിട്ട് വരുവാനുള്ളതുണ്ടാകും. ഉദാഹരണത്തിന് ഇപ്പോൾ എല്ലാ ടെസ്റ്റുകളൊക്കെ നടത്തി, അതായത് അസുഖങ്ങൾ മൂലം എന്തെങ്കിലും ടെസ്റ്റുകളെല്ലാം നടത്തി അതിൻ്റെ റിസൾട്ട് വരണം. ആ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ വരികയാണെങ്കിൽ നല്ല നമുക്ക് ആശ്വാസം തരുന്ന ഒരു റിസൾട്ടായിരിക്കും വരുന്നത്. അതുപോലെ എന്തെങ്കിലും എഴുത്തുകുത്ത് പരീക്ഷകളിലെല്ലാം എഴുതി അതിൻ്റെ റിസൾട്ടിനായിട്ട് ഈ ഡേറ്റുകളിൽ വരികയാണെങ്കിൽ അത് പോസിറ്റീവായിട്ട് വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ PSC ടെസ്റ്റുകളും മറ്റുള്ളതൊക്കെ എഴുതി അതിലും കാത്തിരിക്കുന്നവർക്ക് അവർക്കും വലിയ ഉപകാരപരമായിട്ടുള്ള ദിവസമായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും മോഹങ്ങളെല്ലാം ആരോടെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പ്രണയിക്കുന്നവർ പ്രണയ അഭ്യർത്ഥന പങ്കാളിയോട് അല്ലെങ്കിൽ പ്രണയിക്കുന്നവരോട് എങ്ങനെ പറയും എന്നൊരു സങ്കോചം ഉണ്ടാവും. അതുപോലെ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യനോടും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇന്ന് പറയാം നാളെ പറയാം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അവർക്കും പറയാനുള്ള ദിവസമാണ്. എന്തെങ്കിലും കേസിനൊക്കെ വന്നിട്ട് പോവുകയാണെങ്കിൽ ഏൽപ്പിക്കാൻ പറ്റിയ ഒരു ദിവസമാണ് ഈ ദിവസങ്ങൾ. അങ്ങനെയുള്ള കുറച്ച് ദിവസങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഉപകരണങ്ങൾ, വീട്ടുപകരണങ്ങൾ വാങ്ങിക്കുക, ഇപ്പോൾ ഒരു മൊബൈൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ വാഹനങ്ങൾ വാങ്ങിക്കുക, ആഭരണങ്ങൾ വാങ്ങിക്കുക, വസ്ത്രങ്ങൾ വാങ്ങിക്കുക, ഭൂമി വാങ്ങിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭൂമി വിൽക്കുക, എന്തെങ്കിലും വിൽപ്പന നടത്തുക, എനിക്ക് വിറ്റ് കഴിഞ്ഞാൽ കുറച്ച് ലാഭം കിട്ടും എന്ന് വിചാരിക്കുന്ന ഓരോ സമയങ്ങൾ, അങ്ങനെയുള്ള സമയങ്ങളിലൂടെ നടന്നു പോകുന്ന സമയങ്ങളിൽ ഈ നക്ഷത്ര പ്രകാരം 28, 29, 30 എന്ന ദിവസങ്ങൾ ഇവർക്ക് അനുകൂലപരമായിട്ടുള്ള ഫലങ്ങൾ തരും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങൾ ഇവർക്ക് അനുകൂലപരമായിട്ട് വരണമെങ്കിൽ അപ്പോൾ അത്രയ്ക്കും തിരഞ്ഞെടുത്ത ഒരു ദിവസമായിട്ടാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂല ഫലം തരും. ഉദാഹരണം തന്നെ പറയാം, നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിവെച്ച് തടസ്സങ്ങൾ, അല്ലെങ്കിൽ ഇറങ്ങിത്തിരിക്കുക, നാളെ പോകാന്ന് പറയുമ്പോൾ അന്നേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. അങ്ങനെ ഓരോരോ സമയം മാറ്റി വരുന്ന സമയത്ത് ഈ സമയം ചിലപ്പോൾ അനുകൂലപരമായിരിക്കും. പോയാൽ ചിലപ്പോൾ ക്ലിക്കാവുകയും ചെയ്യും, അതായത് പോയ കാര്യം നടക്കുകയും ചെയ്യുന്ന പറയുന്നത്. എത്രയോ തവണ പോയിട്ട് മുടങ്ങി വന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ പോയാൽ നടക്കുന്നത്. അങ്ങനെയുള്ള ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ധനത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായി കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ധനം കുറച്ച് കയ്യിൽ വന്നാൽ നന്നായിരിക്കും എന്ന് ചിന്തിക്കുന്ന സമയത്ത് വരുന്ന അന്നത്തെ ദിവസം കുറച്ച് ധനം വരാനുള്ള സാധ്യത. അത് ചിലപ്പോൾ ഏത് വിധേയമാകാം. ഭാഗ്യം കൊണ്ടാവാം, കടങ്ങൾ കൊടുത്ത് തിരിച്ചു കൊണ്ടവരാവാം, അല്ലെങ്കിൽ കടങ്ങൾ ചോദിച്ച് കിട്ടാതായിരിക്കുന്നവർക്ക് കടം കൊടുക്കാനുള്ളവരായിരിക്കാം, അങ്ങനെയുള്ളത്. പിന്നെ കടപ്പാട് ബാധ്യതയിൽ നിന്നും ഭയങ്കരമായി ബുദ്ധിമുട്ടി ഇരിക്കുന്നവർക്കാണെങ്കിൽ ഈ ദിവസങ്ങൾ കുറച്ച് ആശ്വാസം നൽകുന്ന ദിവസങ്ങളായിരിക്കും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വല്ല സ്ഥലത്തിൻ്റെയോ വീട്ടിൻ്റെയോ ജപ്തികളെല്ലാം പറഞ്ഞ് തീരുമാനിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ബാങ്ക് മാനേജറുമായിട്ട് എന്തെങ്കിലും സന്ധി സംഭാഷണത്തിന് ഏർപ്പെട്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് ക്യാഷ് അറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അന്വേഷിച്ച് നോക്കി അവർ സമ്മതം മോള് വരുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളതാണ് ഉദാഹരണം പറയുന്നത്. അതുപോലെ തന്നെ കലഹങ്ങളിലൂടെ നടന്നു പോകുന്ന ഓരോരോ വ്യക്തികൾ, കലഹങ്ങളിലൂടെ നടന്നു പോകുന്ന വ്യക്തികൾക്ക് കലഹം കൂടി, അതായത് പ്രണയിക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ സഹോദരൻ ബന്ധങ്ങളാണെങ്കിലും ഭാര്യ ഭർത്താവാണെങ്കിലും കലഹത്തിൽ പോയി മിണ്ടാതിരിക്കുന്നവർക്കെല്ലാം വീണ്ടും കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ദിവസങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ദിവസങ്ങളാണ് ഈ മീനക്കൂറുകാർക്ക് പൊതുവെ അവർക്ക് ദോഷകാലമാണെന്നറിയാം. അത് കാരണം കൊണ്ട് തന്നെ നല്ല ഒരു ദിവസങ്ങൾ നോക്കിയിട്ടാണ് 28, 29, 30 എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നത്. ഈ ദിവസങ്ങൾ സുഖഫലങ്ങൾ തരുന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ ചില സമയങ്ങളിൽ അത് നെഗറ്റീവ് ആകാനുള്ള സാധ്യത വളരെ അപൂർവമായിട്ട് വരാറുള്ളൂ. എന്നിരുന്നാലും പറയണം, നിങ്ങളുടെ എണ എന്ന് വെച്ചാൽ ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും അങ്ങനെ വരുന്ന അവർക്ക് ഇതേ ദിവസം പോസിറ്റീവ് അല്ലാത്ത ദിവസം, നെഗറ്റീവായിട്ടുള്ള ദിവസമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ അനുഭവത്തിൽ വരണമെന്നില്ല. അതുപോലെ അവർക്കും ഇതേ സമയം ഗുണപരമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഫലം ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ ജന്മശനി, കണ്ടകശനി, ഏഴശനി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് വന്നിട്ട് ശനി അനുകൂലപരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കാണെങ്കിൽ അവർക്ക് ഈ ഏഴശനി, ജന്മശനികളുടെ ഗുണം അത്രയ്ക്ക് ബാധിക്കില്ല. കാരണം വെച്ചാൽ അവിടേക്ക് താങ്ങായിട്ട് അവരുണ്ടാവും. അതാണ് ഒരു ഭയങ്കരമായിട്ടുള്ള ഇത് പറയുന്നത്. അവിടെയാണ്
ഈ വിവാഹത്തിന് ജാതകം ചേർച്ച നോക്കുന്ന സമയത്ത് ജ്യോതിഷം വന്നിട്ട് രഹസ്യപരമായിട്ട് കണ്ടുപിടിക്കുന്ന കുറേ കാര്യങ്ങൾ. ഒരാൾക്ക് സമയദോഷം വരുമ്പോൾ ഒരാൾക്ക് നല്ല സമയമായിരിക്കണം, ഒരാൾക്ക് ദോഷ സമയം, രണ്ടുപേർക്കും ദോഷ സമയങ്ങൾ വരുമ്പോഴാണ് ഒരുപാട് കഷ്ടപ്പാടുകൾ മുറുക്കി പിടിച്ചുകൊണ്ട് പോകുന്ന സമയങ്ങൾ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്തേക്കാണ് വേർപാടുകളെല്ലാം വരുന്നത്, സന്താനങ്ങളുടെ ദുരിതങ്ങൾ വരുന്നത്. അപ്പോൾ സന്താനങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫീസ് അയക്കാനുണ്ടെങ്കിലോ വിദേശ യാത്രയ്ക്ക് വല്ല പുറപ്പെടാൻ തയ്യാറായി നിൽക്കണമെങ്കിലോ ചെന്ന് ചാടത്ത ദിവസമാണെങ്കിൽ വല്ല പെട്ടുപോകുന്നുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ഈ ദിവസം തിരഞ്ഞെടുത്ത് അവർക്ക് വല്ല ഫീസോ മറ്റുള്ളത് കൊടുക്കുക, അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുക്കുക, ഭൂമിക്ക് അഡ്വാൻസ് കൊടുക്കുക, അല്ലെങ്കിൽ വീട്ടിന് അഡ്വാൻസ് കൊടുക്കുക, അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് പഠിപ്പിനായിട്ടുള്ള വിദേശ യാത്രയ്ക്കുള്ള അഡ്വാൻസ് കൊടുക്കുക. അങ്ങനെയുള്ള എന്തെങ്കിലും ശുഭകാര്യങ്ങൾക്ക്, ഉദാഹരണത്തിന് വസ്ത്രം, വാഹനം, ആഭരണം എന്നിവയെല്ലാം വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ നല്ല ദിവസങ്ങൾ നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ വളരെ ഉത്തമപരമായിരിക്കും എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഉത്തമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം ഉത്തമമായിട്ട് വരുള്ളൂ എന്നുള്ളത് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ ദിവസങ്ങൾ ഉപകരിക്കപ്പെട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.